പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആസ്വദിക്കുകയായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ? നമ്മൾ പഠിപ്പിച്ചതെല്ലാം വന്നിരുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈസി ആയിരുന്നില്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 1. എന്തായിരുന്നു ആക്ടിവിറ്റി 1? ലിസൺ ആൻഡ് ഡ്രോ. ഇതിൽ കുറേ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നു. സഷാസ് ഫാദർ ഈസ് ബിസി ഇൻ ദ കിച്ചൺ. സഷയുടെ അച്ഛൻ അടുക്കളയിൽ വളരെയധികം തിരക്കിലായിരുന്നു. കംപ്ലീറ്റ് ദ പിക്ചർ ആഫ്റ്റർ ലിസണിങ് ടു യുവർ ടീച്ചർ. ടീച്ചർ നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങൾ അതൊക്കെ ആലോചിച്ച് വരച്ചില്ലേ? വിച്ച് പ്ലേസ് ഈസ് ദിസ്? ഹൗ ഡു യു നോ ദാറ്റ്? ഇത് ഏതാ സ്ഥലം? ഇത് അടുക്കളയല്ലേ? സഷയുടെ വീടിൻ്റെ അടുക്കളയാണ്. നിങ്ങൾക്ക് എങ്ങനെയാ അതറിയാം? നിങ്ങൾ പാഠത്തിൽ ഇതുപോലെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. വാട്ട് തിങ്സ് വിൽ ബി ദർ ഇൻ ദ കിച്ചൺ? ഈ കിച്ചണിൽ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? കുറേ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയല്ലേ? വാട്ട് ആർ മിസ്സിങ്? ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇല്ലാത്തത്? ക്യാൻ വി ആഡ് ദീസ് തിങ്സ്? നമുക്ക് ഇതിൽ കാണാത്ത സാധനങ്ങളെല്ലാം, ഇതിൽ ഒഴിഞ്ഞു കിടക്കുന്ന മിസ്സിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വരച്ചു നോക്കിയാലോ? ലെറ്റ്സ് ഡ്രോ. നമുക്ക് വരച്ചു നോക്കാം. ഇതിൽ വരയ്ക്കേണ്ട സാധനങ്ങളെല്ലാം ഞാനൊന്ന് പറഞ്ഞു തരാം. ഡ്രോ എ പോട്ട് ഓൺ ദ സ്റ്റൗ. ഈ സ്റ്റൗവിൻ്റെ മുകളിൽ നമുക്കൊരു പോട്ട് വരയ്ക്കണം. ഒരു കലമാണ് വരയ്ക്കേണ്ടത്. നമ്മുടെ റൈസ് പോട്ടൊക്കെ പോലെ ഒരു കലം. ദർ ഈസ് എ ഡിഷ് നിയർ ദ സ്റ്റൗ. ഇതാണ് ഡിഷ്. ഡ്രോ 3 eggs ഇൻ ദ ഡിഷ്. ഈ ഡിഷിൽ 3 എഗ്ഗുകളാണ് വരയ്ക്കേണ്ടത്. ഓക്കെ. ദർ ക്യാൻ ബി ഫ്രൈയിങ് പാൻ ഇൻ ദ കിച്ചൺ. ഇവിടെ ഒരു വറക്കാനുള്ള ഒരു ചട്ടി, ഒരു ഫ്രൈയിങ് പാൻ. ഈസ് ഇറ്റ് ദർ? അവിടെ ഇല്ലല്ലോ. നമുക്കത് വരയ്ക്കാം. ഓക്കെ. ഡ്രോ എ ഫ്രൈയിങ് പാൻ ഹാങ്ങിങ് ഓൺ ദ ഹുക്ക്. ഇവിടെയാണ് ഹുക്ക് എന്ന് പറയുക. ഇതിനാണ് ഹുക്ക് എന്ന് പറയുക. തൂക്കിയിടേണ്ട സാധനങ്ങളെല്ലാം തൂക്കിയിടണം. ഇവിടെ നമുക്കൊരു ഫ്രൈയിങ് പാൻ വരയ്ക്കണം. ഡ്രോ എ ബക്കറ്റ് നിയർ ദ ഡോർ. ഇതാണ് ഡോറ്. ഇവിടെ ഒരു ബക്കറ്റും വരയ്ക്കണം. ദർ ഈസ് എ എംപ്റ്റി ബാസ്ക്കറ്റ് ഇൻ ദ പിക്ചർ. ഇതാണ് എംപ്റ്റി ബാസ്ക്കറ്റ്, ഒന്നുമില്ലാണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ബാസ്ക്കറ്റ്. ഇതിൽ നമുക്ക് നിറയെ ഫ്രൂട്ട്സ് വരയ്ക്കണം. ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് വരച്ചു നോക്കിയേ. എല്ലാവരും വരച്ചിട്ടില്ലേ? പരീക്ഷയ്ക്കൊക്കെ എല്ലാവരും ഉഷാറായി വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വരച്ചു നോക്കിയോ? ഫ്രൈയിങ് പാൻ ഓൺ ദ സ്റ്റൗ, ഫ്രൂട്ട്സ് ഓൺ ദ ബാസ്ക്കറ്റ്, 3 eggs ഓൺ ദ ഡിഷ്, എ ഫ്രൈയിങ് പാൻ ഹാങ്ഡ് ഓൺ ദ hanger, a bucket is placed near the door. എല്ലാവരും ഇപ്പോൾ വരച്ചു നോക്കിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഇതൊരു റീഡ് ആൻഡ് കോംപ്രഹെൻഡ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ പാസേജ്, ഈ ഒരു കഥ നന്നായി വായിക്കണം. അതിനുശേഷം മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടോം, നിയ, മിഥു, സലീം ആൻഡ് രാജ് വേർ ഫ്രണ്ട്സ്. ടോം, നിയ, മിഥു, സലീം, രാജും ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ ദേ വെൻറ്റ് ഫോർ എ ഫീൽഡ് ട്രിപ്പ് വിത്ത് ദെയർ ടീച്ചർ. ഒരു ദിവസം അവരെല്ലാവരും കൂടിയും അവരുടെ ടീച്ചറുടെ കൂടെ ഒരു ഫീൽഡ് ട്രിപ്പിലേക്ക് പോയി. അവർക്ക് പഠിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. അറ്റ് ലഞ്ച് ടൈം ടോം ഓപ്പൺ ഹിസ് ബാഗ്. ഭക്ഷണം കഴിക്കാൻ ഉച്ച സമയമായപ്പോൾ അവർ ലഞ്ച് കഴിക്കാൻ വേണ്ടി ടോം അവൻ്റെ ബാഗ് തുറന്നു നോക്കി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഓ ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ്. ഓ, ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നല്ലോ. മിഥു ഹേർഡ് ദിസ്. മിഥു ഇത് കേട്ടു. ഷീ റാൻ ടുവേർഡ്സ് ഹെർ ഫ്രണ്ട്സ് ആൻഡ് ടോൾഡ് ദെം. അവൾ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടിപ്പോയി പറഞ്ഞു. ദേ ക്വിക്ക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അവർ പെട്ടെന്ന് ഒരു പ്ലാനുമായി വന്നു. മിഥു ഓപ്പൺഡ് ഹെർ ലഞ്ച് ബോക്സ്. മിഥു അവളുടെ ലഞ്ച് ബോക്സ് എടുത്തു. ആൻഡ് ടുക്ക് ഹാഫ് ഓഫ് ഹെർ ലഞ്ച്. അവളുടെ ഭക്ഷണത്തിൻ്റെ പകുതി എടുത്തു. ആൻഡ് സെറ്റ്, എന്നിട്ട് അവൾ പറഞ്ഞു, ഹിയർ ടോം, യു ക്യാൻ ഹാവ് എ പാർട്ട് ഓഫ് മൈ ലഞ്ച്. നിനക്കിതാ, ഇതിന്ന് ഒരു പകുതി നിനക്കുള്ളതാണ്. നിയ ടുക്ക് ഔട്ട് ആൻ ആപ്പിൾ. നിയ അതിൽ നിന്ന് അവളുടെ കയ്യിലുള്ള ഒരു ആപ്പിൾ എടുത്തു. ഓഫേർഡ് ദാറ്റ് ടു ടോം. അത് ടോമിന് വേണ്ടി നീട്ടി. യു ക്യാൻ ഹാവ് ദിസ് ടു. നിനക്കിതും കഴിക്കാം. ഷീ സെഡ്, അവൾ പറഞ്ഞു. സലീം ആൻഡ് രാജ് ഷെയർഡ് ദെയർ കുക്കീസ് ആൻഡ് കേക്ക്സ്. സലീമും രാജും അവരുടെ കുക്കീസും കേക്ക്സും എടുത്തു.
കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റൊക്കെ കണ്ടിട്ടില്ലേ, നല്ല ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ള ബിസ്ക്കറ്റ്സിനാണ് കുക്കീസ് എന്ന് പറയുക. ടോം വാസ് ഹാപ്പി അറ്റ് ദ കൈൻഡ്നെസ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ടോം അവരുടെ എല്ലാവരുടെയും കൈൻഡ്നെസ് കണ്ട് വളരെയധികം ഹാപ്പിയായി. താങ്ക് യു എവ്രി വൺ ഹീ സെറ്റ്. എല്ലാവരോടും അവൻ താങ്ക് യു പറഞ്ഞു. ദേ ആൾ സാറ്റ് ടുഗെദർ ആൻഡ് എൻജോയ്ഡ് ദെയർ ലഞ്ച്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ ലഞ്ച് എൻജോയ് ചെയ്തു. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ് കേട്ടോ. ആഫ്റ്റർ ദാറ്റ് ആൾ ഓഫ് ദെം വെൻ ടു മിഥുസ് ഹൗസ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടിയും മിഥുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഡാഷ്. ടോമും അവൻ്റെ കൂട്ടുകാരും എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഫോർ എ മൂവി, ഒരു സിനിമ കാണാൻ വേണ്ടി. ഫോർ എ വാക്ക്, ഒരു വെറുതെ ഒന്ന് നടക്കാൻ പോയതാണ്. ഫോർ എ ഫീൽഡ് ട്രിപ്പ്, ഒരു ഫീൽഡ് ട്രിപ്പിനാണ് പോയത്. ടു ദ സ്കൂൾ, സ്കൂളിലേക്കാണ് പോയത്. ഇതിലേതാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം ഒന്നും കൂടിയും ആ പാരഗ്രാഫ് വായിച്ചു നോക്കുക. ആ പാസേജിൽ എന്തായാലും ഇതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും. ഹൂ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ആരാണ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നത്? മിഥു, ടോം, ടീച്ചർ, സെലിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. ഐഡിയ എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാണ് ഈ പാസേജിലുള്ളത്? പ്ലാൻ, കൈൻഡ്നെസ്, ലഞ്ച്, കുക്കീസ്. എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഓപ്ഷൻസ് ഇല്ല. വൈ വാസ് ടോം ഹാപ്പി? ടോം എന്തുകൊണ്ടാണ് സന്തോഷവാനായത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ പാസേജിന്, ഈ ഒരു കഥയ്ക്ക് നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. അതിനുശേഷം നമുക്ക് ആ പാസേജും ഒന്നും കൂടിയും വായിച്ചു നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വെൻറ്റ് ഡാഷ്. ടോമും അവൻ്റെ കൂട്ടുകാരും എവിടേക്കാണ് പോയത്? ദാ ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ടത്. വൺ ഡേ ദേ വെൻ ഫോർ എ ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഫോർ എ ഫീൽഡ് ട്രിപ്പ്. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട് വെൻറ്റ് ഫോർ എ ഫീൽഡ് ട്രിപ്പ്. അടുത്ത ക്വസ്റ്റ്യനോ? ഹൂ ഫോർഗോട്ട് ടു ടേക്ക് ദ ലഞ്ച് ബോക്സ്. ആരാണ് ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നത്? ദാ ഇവിടെ കൊടുത്തിട്ടില്ലേ? ഓ ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ ലഞ്ച് ബോക്സ്. ഇതാരാ പറയുന്നത്? ടോം അല്ലേ പറയുന്നത്. ടോം ഓപ്പൺ ഹിസ് ബാഗ് ആൻഡ് സെഡ്, ഓ ഐ ഫോർഗോട്ട് ടു ടേക്ക് മൈ ലഞ്ച് ബോക്സ്. ഐ ഫോർഗോട്ട് മൈ ലഞ്ച് ബോക്സ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയാലോ. ഹൂ ഫോർഗോട്ട് ടു ടേക്ക് മൈ ലഞ്ച് ബോക്സ്? ടോം. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഐഡിയ. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഐഡിയ അല്ല. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് കാണിക്കുന്ന ദയ, വാത്സല്യത്തിനൊക്കെയാണ് കൈൻഡ്നെസ് എന്ന് പറയുക. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം. കുക്കീസ് എന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞതെന്നല്ലോ, ഒരു കട്ടിയുള്ള നല്ല ചോക്ലേറ്റൊക്കെ ഉള്ള ബിസ്ക്കറ്റ്സിനൊക്കെയാണ് കുക്കീസ് എന്ന് പറയുക. അപ്പോൾ വേറെ ഏതാ ഉള്ളത്? പ്ലാൻ. നമുക്കൊരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അതിനാണ് ഐഡിയ എന്ന് ഇതിൽ അർത്ഥമാക്കുന്നത്. ദേ ക്വിക്ക്ലി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താ? പ്ലാൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ വാസ് ടോം ഹാപ്പി? ടോം എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ടോം ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എല്ലാവരും ആ ഭക്ഷണം അവന് വേണ്ടി ഷെയർ ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആൻസർ എഴുതാം. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഹിസ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് ഫോർ ഹിം. അവൻ്റെ കൂട്ടുകാരെല്ലാം അവന് വേണ്ടി ഭക്ഷണം നൽകി, അതുകൊണ്ടായിരിക്കാം ഹാപ്പി ആയത്. അടുത്തതോ? ഹി വാസ് ഹാപ്പി ബൈ ഹിസ് ഫ്രണ്ട്സ് കൈൻഡ്നെസ്. എല്ലാവരിലും അവനോടുള്ള കരുതൽ കാരണം, അവന് ഭക്ഷണം കൊടുത്തിട്ടുള്ള കരുതൽ കാരണം അവൻ വളരെയധികം ഹാപ്പിയായി. ഇനി റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ കഥയ്ക്ക് ഒരു നല്ല തലക്കെട്ട് കൊടുക്കുക, ഒരു നല്ല പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഹാപ്പി ഫ്രണ്ട്സോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ബെസ്റ്റ് ഫ്രണ്ട്സ്, കൈൻഡ്നെസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ആക്ടിവിറ്റി നമ്പർ 3. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് മിഥുസ് ഹൗസ്. മിഥുസ് മദർ ആൻഡ് ഫാദർ were in the vegetable garden. They gave
എ വാം വെൽക്കം ടു ആൾ ഓഫ് ദം. ഇതൊരു വെജിറ്റബിൾ ഗാർഡനാണ്. മിഥുൻ്റെ വീട്ടിലുള്ള ഒരു വെജിറ്റബിൾ ഗാർഡൻ. മിഥുൻ്റെ അമ്മയുണ്ട് ഇവിടെ, മിഥുൻ്റെ ഫാദർ ഉണ്ട്. അതുപോലെ എല്ലാവരും വന്നപ്പോൾ, എല്ലാ കൂട്ടുകാരും വന്നപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സ്വാഗതം നൽകുകയാണ് ഇവർ. നമുക്ക് ഈ പിക്ചർ നോക്കി ഈ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിക്ചർ നന്നായി ഒന്ന് നോക്കണം. നോക്കി, ഇവിടെ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. ഇവിടെ മിഥുൻ്റെ ഫാദർ എന്താ ചെയ്യുന്നത്? മിഥുൻ്റെ ഫാദർ വെജിറ്റബിൾസൊക്കെ പറിക്കുകയാണ്. മിഥുൻ്റെ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാം നനയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു പെൺകുട്ടി ഈ പക്ഷികൾക്കെല്ലാം തീറ്റ കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂര്യനുണ്ട്. ഇവിടെ ഒരു ഇതെന്താ കിണറുണ്ട്. കിണറിന് എന്താ പറയുക? വെൽ. കുറേ മരങ്ങളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടുണ്ട്. നമ്മൾ മുന്നേ പിക്ചർ ഡിസ്ക്രിപ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് കണ്ടാലും നല്ല പിക്ചറാണെങ്കിൽ ആദ്യം ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് സിമ്പിൾ സെൻറ്റൻസിൽ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എഴുതി നോക്കിയേ. നമുക്ക് കുറേ വാക്കുകൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടും. അത് വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ വെജിറ്റബിൾ ഗാർഡൻ. ഇതൊരു വെജിറ്റബിൾ ഗാർഡൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ്. മിഥുസ് മദർ ഈസ് വാട്ടറിങ് ദ ഫ്ലവേഴ്സ്. മിഥുവിൻ്റെ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? പൂക്കൾക്കെല്ലാം വെള്ളം നനയ്ക്കുകയാണ്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് എബവ് ദ ഗാർഡൻ. ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. ഇവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. അവരൊക്കെ ഈ പൂന്തോട്ടത്തിൻ്റെ മുകളിൽ കൂടെ, ഈ ഒരു ഗാർഡൻ്റെ മുകളിൽ കൂടെ പറന്ന് കളിക്കുകയാണ്. മിഥുസ് ഫാദർ ഈസ് പ്ലക്കിംഗ് വെജിറ്റബിൾസ്. മിഥുൻ്റെ അച്ഛൻ ഇവിടെ എന്താ ചെയ്യുന്നത്? പച്ചക്കറി പറിക്കുകയല്ലേ. പറിക്കുക എന്നുള്ളതിന് എന്താ പറയുക? പ്ലക്കിംഗ്. മിഥുസ് ഫാദർ ഈസ് പ്ലക്കിംഗ് വെജിറ്റബിൾസ്. അടുത്ത നോക്കാം. ദ പപ്പി ഈസ് പ്ലേയിങ് വിത്ത് ദ ബോൾ. ഇവിടെ ഒരു പപ്പിയെ നമുക്ക് കാണാം. ഒരു നായക്കുട്ടി അവിടെ പന്തുമായി കളിക്കുന്നു. അപ്പോൾ ദ പപ്പി ഈസ് പ്ലേയിങ് വിത്ത് ദ ബോൾ. അടുത്തത്, ഇവിടെ ഒരു കിണർ കാണാനുണ്ട്. കിണർ എവിടെയാണ് ഉള്ളത്? രണ്ട് മരങ്ങളുടെ നടുവിലല്ലേ. നടുവിൽ എന്നുള്ളതിന് എന്താ പറയുക? ബിറ്റ്വീൻ. ദർ ഈസ് എ വെൽ ബിറ്റ്വീൻ ദ ട്രീസ്. മിഥുസ് സിസ്റ്റർ ഈസ് ഫീഡിങ് ദ ബേർഡ്സ്. ഇവിടെ നമുക്ക് മിഥുവിൻ്റെ സിസ്റ്ററിനെ കാണാം. സിസ്റ്റർ എന്താ ചെയ്യുന്നത്? പക്ഷികൾക്കെല്ലാം തീറ്റ കൊടുക്കുകയാണ്. സോ മിഥുസ് സിസ്റ്റർ ഈസ് ഫീഡിങ് ദ ബേർഡ്സ്. എല്ലാവരും ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. കുറച്ച് സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്നതാണ് ഇത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അടുത്ത ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൺവെർസേഷൻ ആയിരുന്നു. സംഭാഷണം എഴുതാനാണ് അടുത്ത ആക്ടിവിറ്റി. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്? നമുക്കൊന്ന് നോക്കാം. സഷ ആൻഡ് നവീൻ ടോൾഡ് അനുപമ ടീച്ചർ അബൌട്ട് കവിത. സഷയും നവീനും അനുപമ ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ ഡിസൈഡഡ് ടു വിസിറ്റ് കവിതാസ് ഹൗസ്. ഷീ ആര്? അനുപമ ടീച്ചർ ഡിസൈഡ് ചെയ്തിരുന്നു, തീരുമാനിച്ചിരുന്നു. എന്തിന്? വിസിറ്റ് ചെയ്യാൻ. എവിടെ? കവിതയുടെ വീട്ടിൽ. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, അനുപമ ടീച്ചർ വെൻ ടു കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ കവിതയുടെ വീട്ടിലേക്ക് പോയി. ടീച്ചർ ടോക്ഡ് ടു കവിതാസ് മദർ അബൌട്ട് സെൻഡിങ് ഹെർ ടു സ്കൂൾ. ടീച്ചർ കവിതയുടെ അമ്മയോട് കവിതയെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ടീച്ചറാണ് ഇവിടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർ യു കവിതാസ് മദർ? നിങ്ങൾ കവിതയുടെ അമ്മയാണോ? അപ്പോൾ കവിതയുടെ അമ്മ എന്തായിരിക്കും തിരിച്ചു പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിനുശേഷം ടീച്ചർ, ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാൻ അനുപമ, ഞാനൊരു ടീച്ചറാണ്. അടുത്തത് അമ്മ പറയുന്നതാണ് നമുക്ക് എഴുതേണ്ടത്. അടുത്തതായി ടീച്ചർ ചോദിക്കുകയാണ്, കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. കവിത സ്കൂളിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ കവിതയുടെ അമ്മ എന്തായിരിക്കും തിരിച്ചു പറയാന്നുള്ളത് എഴുതണം. അതിനുശേഷം ടീച്ചർ, ഡസ് ഷി ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ, കവിതയ്ക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണോ? അപ്പം മദർ ഇതാ പറയുന്നു, യെസ്. അതിനുശേഷം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് എഴുതണം.
അതിനുശേഷം ടീച്ചർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതും എഴുതണം. എന്താണ് റിപ്ലൈ എന്നതിനനുസരിച്ച് വേണം, അല്ലെങ്കിൽ എന്താണ് ചോദ്യം എന്നതിനനുസരിച്ച് വേണം നമുക്ക് അടുത്ത സംഭാഷണത്തിലെ വരികൾ എഴുതാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു പിക്ചർ നന്നായി നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുക, എന്തിനെക്കുറിച്ചാണ് സംഭാഷണം പറയേണ്ടതെന്ന് നോക്കുക, ആരൊക്കെ തമ്മിലാണ് സംഭാഷണം വേണ്ടതെന്നും നോക്കണം. അതിനുശേഷമാണ് ഈ ഒരു സംഭാഷണത്തിൽ ഇവിടെ തന്നിരിക്കുന്ന ലൈൻസ് എല്ലാം, ഡയലോഗ്സ് എല്ലാം വായിച്ചതിന് ശേഷം മാത്രം സംഭാഷണം എഴുതി തുടങ്ങുക. നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ടീച്ചർ ആദ്യം ചോദിക്കുകയാണ്, ആർ യു കവിതാസ് മദർ? നിങ്ങൾ കവിതയുടെ അമ്മയാണോ? അപ്പോൾ അമ്മ എന്തായിരിക്കും പറയുന്നത്? യെസ്. വീട്ടിൽ പുതിയതായ ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ആരാണ്? നിങ്ങൾ. ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? അപ്പോൾ ടീച്ചർ പറയാമെന്ന്, ഐ ആം അനുപമ, ഐ ആം എ ടീച്ചർ. ഞാനാണ് അനുപമ, ഞാനൊരു ടീച്ചറാണ്. ടീച്ചറാന്ന് പറയുമ്പോൾ കവിതയുടെ അമ്മ സർപ്രൈസ് ആയി പോവും. ഹോ ടീച്ചർ, കം ഇൻസൈഡ്, ഉള്ളിലേക്ക് വരൂ. ടീച്ചറാന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും കം ഇൻസൈഡ്, ഉള്ളിലേക്ക് വരൂ. ടീച്ചർ, കവിത ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. കവിത സ്കൂളിലേക്ക് പോകുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് പോവാത്തത്? എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ഉത്തരം തുടങ്ങേണ്ടത്? കാരണം. കാരണം എന്നുള്ളതിന് എന്താ പറയുക? ബിക്കോസ്. ബിക്കോസ് വി ആർ പുവർ. ബിക്കോസ് ഞങ്ങൾ വളരെ പാവങ്ങളാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഡസ് ഷീ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അവൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമാണോ? അപ്പോൾ അമ്മ എന്തായിരിക്കും പറയുക? യെസ് ഷീ ലൈക്ക് വെരി മച്ച്. അവൾക്ക് വളരെയധികം ഇഷ്ടമാണ്. ടീച്ചർ അപ്പോൾ പറയുന്നു ഐ വിൽ ഹെൽപ്പ്, ലെറ്റ് ഹെർ കം. ഞാൻ എന്തായാലും സഹായിക്കാം, അവൾ വരട്ടെ, അവളെ സ്കൂളിലേക്ക് വിടൂ. അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കിയാലോ. കവിത ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. കവിത സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഷീ ഈസ് സോ എക്സൈറ്റഡ്. അവൾ വളരെയധികം എക്സൈറ്റഡ് ആണ്, ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ സഷ ആൻഡ് നവീൻ. ഇവിടെ നമുക്ക് എഴുതേണ്ടത് കവിതയുടെ തോട്ട്സ് ആണ്. ഇതിനു മുന്നേയും നമ്മൾ തോട്ട്സ് എഴുതിയിട്ടുണ്ട്. ആരുടെ തോട്ട്സാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? സഷയുടെ തോട്ട്സ് ആണ് നമ്മൾ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് കവിത എന്തൊക്കെയായിരിക്കും ആലോചിക്കുക? എല്ലാവരും ഒന്ന് പറഞ്ഞേ. പുതിയ സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക. നിങ്ങളൊരു പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എക്സൈറ്റഡ് ആയിരിക്കുക, അത്ഭുതപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തായിരിക്കുമെന്ന് അറിയാൻ നിങ്ങൾ കൊതിച്ചിരിക്കുന്നത്? പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചേഴ്സ്, പുതിയ ഗ്രൗണ്ട്, കളിക്കാനുള്ള സാധനങ്ങൾ, പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആലോചിച്ചല്ലേ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കുന്നുണ്ടാവുക? നമുക്കൊന്ന് എഴുതി നോക്കാം. വേർ ഈസ് സഷ ആൻഡ് നവീൻ? സഷയും നവീൻ ഇത് എവിടെയാണ്? അവരെന്താ വരാത്തത്? ഐ ആം സോ ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് വളരെയധികം ഹാപ്പിയാണ്. ഐ വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോകണം. ഐ വാണ്ട് മെനി ഫ്രണ്ട്സ്. എനിക്ക് കുറേയധികം കൂട്ടുകാരെയും വേണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുമായി കളിക്കണം. ഐ വാണ്ട് ടു സ്റ്റഡി. എനിക്ക് നന്നായി പഠിക്കണം. എല്ലാവരും എഴുതി നോക്കിയേ. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഭാവനയിൽ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ? നിങ്ങളെല്ലാവരും ഇതിൽ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ടാവും, എല്ലാം ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ്. ഇത് വൈകി തുടങ്ങി. അനുപമ ടീച്ചർ റഷ്ഡ് ടു കവിതാസ് ഹൗസ്. അനുപമ ടീച്ചർ കവിതയുടെ വീട്ടിലേക്ക് തിടുക്കം കൂട്ടി, പാഞ്ഞു. റഷ്ഡ്, പാഞ്ഞു. ദർ വാസ് നോബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ആരും വീട്ടിന് മുമ്പിലുണ്ടായിരുന്നില്ല. ഷീ ഹേർഡ് എ സ്വീറ്റ് ലലബി ഫ്രം ഇൻസൈഡ്. അനുപമ ടീച്ചർ പുറത്ത് നിന്നപ്പോൾ നല്ല മധുരമാർന്ന ഒരു ലലബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? താരാട്ടുപാട്ട് ഉള്ളിൽ നിന്ന് കേട്ടു. ഷീ പീപ്ഡ് ഇൻ ടു ദ ഹൗസ്. അനുപമ ടീച്ചർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കി, അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറയാം. ഷീ സോ കവിത സിംഗിങ് ഇൻ എ സ്വീറ്റ് ടെൻഡർ വോയിസ്.
നോക്കിയപ്പോൾ ആ പാട്ട് പാടുന്നത് കവിതയായിരുന്നു. കവിതയുടെ നല്ല മധുരമാർന്ന സോഫ്റ്റ് നൈസ് സോങ് ഷീ മർമേർഡ്. നൈസ് സോങ് മെല്ലെ പറഞ്ഞു. ആര് പറഞ്ഞു? അനുപമ ടീച്ചർ പറഞ്ഞു. കവിത സോ അനുപമ ടീച്ചർ. കവിത അനുപമ ടീച്ചറെ കണ്ടു. ഷീ വാസ് സർപ്രൈസ്ഡ്. കവിത അനുപമ ടീച്ചറെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. നമുക്ക് എക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സൈഡിലേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യനാണ് എക്രോസ് എന്ന് പറയുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രാഡിൽ സോങ്. ക്രാഡിൽ സോങ് എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ട്. താരാട്ടുപാട്ടിന് പറയുന്ന പേരെന്താ? എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാണിത്. ടു സ്പീക്ക് ഇൻ എ ലോ വോയിസ്. അടുത്ത ക്വസ്റ്റ്യനാണ് ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. ചെറിയ ഒച്ചയിൽ മെല്ലെ പറയുക. അതാണ് മൂന്നാമത്തേത്. എം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 വെച്ചാണ് അവസാനിക്കുന്നത്. എത്ര അക്ഷരങ്ങളുണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് എക്രോസ്. ടു ലുക്ക് സീക്രറ്റ്ലി. ആരും കാണാണ്ട് നോക്കുക അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ പറയാം. പി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 അക്ഷരങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും അറിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു മൂവ് ക്വിക്ക്ലി. പെട്ടെന്ന് നീങ്ങുക. ആറാമത്തെ ക്വസ്റ്റ്യനാണ് പെട്ടെന്ന് നീങ്ങുക. 1 2 3 4. 4 കള്ളികളെയാണ് ഇതിനാവശ്യമുള്ളൂ. 6 വെച്ചാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരു എസ് ഉണ്ട്. പെട്ടെന്ന് നീക്കുക, പായുക എന്നൊക്കെ എന്നുള്ളതിന് എന്താ പറയുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അടുത്തത് താഴത്തേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യനാണ്. സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. കാണുകയോ ആസ്വദിക്കുകയോ എന്തെങ്കിലും നമ്മൾ അറിയാത്ത സമയത്ത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ, പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യനാണത്. അതിവിടെ തന്നിട്ടുണ്ട്. SURPRISE സർപ്രൈസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ടി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഫ്റ്റ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ടി വെച്ചാണ് തുടങ്ങുന്നത്. എത്ര അക്ഷരങ്ങളുണ്ട്? 1 2 3 4 5 6. 6 ലെറ്റേഴ്സ് ഉണ്ട്. നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് നോക്കിയാലോ. ക്രാഡിൽ സോങ് താരാട്ടുപാട്ട്, ലല്ലബി. സ്പെല്ലിംഗ് ഒക്കെ എല്ലാവരും നോക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. ചെറിയ ഒച്ചയിൽ സംസാരിക്കുക. മർമർ. ടു ലുക്ക് സീക്രറ്റ്ലി. ആരും കാണാണ്ട് ഒളിഞ്ഞു നോക്കുക. പീപ്പ്. ടു മൂവ് ക്വിക്ക്ലി. പെട്ടെന്ന് നീങ്ങുക, പായുക. റഷ്. RUSH റഷ്. ടു സീ ഓർ ഫീൽ സംതിങ് അൺഎക്സ്പെക്റ്റഡ്. കാണുകയോ അനുഭവിക്കുകയോ. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ളത്. സർപ്രൈസ് എന്നുള്ള വാക്ക് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ് എന്നർത്ഥം വരുന്ന വാക്ക് TENDER. ടെൻഡർ എന്ന വാക്കാണ് സോഫ്റ്റ് എന്നതിൻ്റെ പര്യായം. എല്ലാവരും ചെയ്തു നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ചെയ്തു നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.